നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. CPM-ലെ ശശിമാർക്ക് ഇപ്പോൾ നല്ല കാലമാണ്. പാലക്കാടുള്ള ശശിക്കും കണ്ണൂരിലെ ശശിക്കും പറഞ്ഞു വരുമ്പോൾ ഒരേ സ്വഭാവമുള്ള കേസാണ് പെണ്ണുകേസ്. പക്ഷേ രണ്ടു പെണ്ണുകേസിലും ശശിമാരെ രക്ഷിച്ചെടുത്ത് ജനങ്ങളെ ശശിയാക്കിയത് CPM തന്നെ. പാലക്കാട് ശശിക്കെതിരെ പരാതിയുമായി പാർട്ടിയുടെ പോലീസ് വിങ്ങിൽ പരാതി നൽകിയത് ഒരു പാർട്ടിക്കാരി തന്നെയാണ്. കണ്ണൂർ ശശിക്കെതിരെ പരാതി കൊടുത്തതും പാർട്ടിക്കാരി തന്നെ. അപ്പോൾ ഉള്ളിൽ പോരെ പുറത്തറിയിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ തന്നെ പീഡിപ്പിക്കും, ഞങ്ങൾ തന്നെ ശിക്ഷിക്കും, ഞങ്ങൾ തന്നെ നിലനിർത്തും. ഇതാണ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. കണ്ണൂരിലെ P. ശശി ഒരു കാലത്ത് കേരളത്തിന്റെ ഭരണം തന്നെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയാണ്. EK നായനാർ മന്ത്രിസഭയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണഗതിക്ക് ചുക്കാൻ പിടിച്ച ആൾ. 2011 ജൂലൈയിൽ ശശിയെ CPM-ൽ നിന്ന് പുറത്താക്കിയിരുന്നു. പാർട്ടിയിലെ തന്നെ ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക ആരോപണത്തിന്റെ പേരിലാണ് ശശി സാർ അന്ന് പാർട്ടിക്ക് പുറത്തായത്. പാർട്ടി തലത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും വിചാരണ നടത്തുകയും ശശി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പാർട്ടി തലത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും വിചാരണ നടത്തുകയും ശശി കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞപ്പോൾ പാർട്ടി കൈമലർത്തുകയും ചെയ്തു. TP നന്ദൻ നൽകിയ പരാതിയിൽ കേസ് കോടതിയിൽ വാദിച്ചു. അതിൽ ലെവലേശം കൗതുകമൊന്നുമില്ലല്ലോ. ശശി സാറിന്റെ രോമത്തിൽ പോലും തൊടാൻ അന്നത്തെ പോലീസിനോ നേതാക്കൾക്കോ സാധിച്ചില്ല. അതോടെ 2016 കോടതി ശശിയെ കുറ്റവിമുക്തനാക്കി. എങ്ങനെയാക്കാതിരിക്കും? CPM ആണല്ലോ പാർട്ടി. 2011 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒഴിവിലേക്കായിരുന്നു P. ജയരാജന്റെ കടന്നുവരവ്. ജില്ലാ സെക്രട്ടറിയായി ജയരാജൻ ചുമതലയേറ്റു. പിന്നാലെ P. ശശി അഭിഭാഷക വൃത്തിയും പ്രാക്ടീസുമൊക്കെയായി പാർട്ടിയിൽ നിന്നങ്ങ് മാറി നിന്നു. നിൽക്കപ്പുറതിയില്ലാതെ ഇതിനു പിന്നാലെ തന്നെ പാർട്ടിയിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പാർട്ടി തന്നെ CPM അംഗത്വം നൽകി. 2 മാസം മുൻപ് പാർട്ടിയുടെ അഭിഭാഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി ശശിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. P. ജയരാജൻ ലോക്സഭാ സ്ഥാനാർത്ഥിയാകാൻ ചുമതലയൊഴിയുമ്പോൾ ഇതാ മുൻ ജില്ലാ സെക്രട്ടറി പാർട്ടി സസ്പെൻഷന് ശേഷം വീണ്ടും CPM-ന്റെ നേതൃനിരയിലേക്ക് എത്തുകയാണ്. പാർട്ടിയിൽ ആളില്ലാത്തത് കൊണ്ടാണോ ഇതെന്നറിയില്ല. ക്ഷമിക്കണം, അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. CPM-ന്റെ എല്ലായ്പ്പോഴും കാട്ടുന്ന നയം തന്നെയാണ് ഇതും. പാർട്ടിയിലെ പീഡനവും സ്ത്രീകൾക്കെതിരെയുള്ള കൊടിയ അക്രമവും ഒന്നും അന്വേഷിക്കാൻ നേതാക്കൾക്ക് സമയമില്ല. അപ്പോഴാണ് മതിൽ പണിയാൻ കല്ലു ചുമക്കുന്നത്. മന്ത്രി ശശി അടക്കമുള്ളവരെ നമ്മൾ കണ്ടതാണ്. അന്വേഷണം നടത്തിയതും വിചാരണ നടത്തിയതും ശിക്ഷ വിധിച്ചതും പുറത്താക്കിയതുമെല്ലാം പാർട്ടി. ഇപ്പോൾ തിരിച്ചു വിളിച്ചതും പാർട്ടി തന്നെ. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് P. ശശിയെ ഇറക്കിയതിലൂടെ നവോത്ഥാനത്തിന് 30 ലക്ഷം സ്ത്രീകളെ ഇറക്കിയ പാർട്ടി നൽകുന്നത് തെറ്റായ സന്ദേശമല്ലേ എന്ന് ചോദിക്കുന്നവരോട് ദേഷ്യം തോന്നരുത്. പാർട്ടിക്കുള്ളിലെ സ്ത്രീയോടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തുള്ളൂവെന്നും അവർ പോലീസിൽ പരാതി നൽകിയിട്ടില്ലല്ലോ എന്നുമൊക്കെ മുട്ടാത്തർക്കം നടത്തിക്കോളൂ. പക്ഷേ ഒന്നറിയണം, ഇത് കേരളമാണ്. സാക്ഷരതയുള്ള ജനങ്ങളും. അവരെ നിങ്ങളുടെ താത്വിക അവലോകനം പറഞ്ഞ് പറ്റിക്കാനാകില്ല. ശശിമാർ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമെന്ന് പറയാൻ നട്ടലുള്ള ഒരു പാർട്ടിക്കാരനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ചിന്തിക്കുന്ന അണികളുണ്ട് സാർ ഇവിടെ. പാർട്ടിയിലെ വനിതാ സഖാക്കൾ എന്തു ധൈര്യത്തിലാണ് നേതാക്കളെ കാണുക. എല്ലാവരും ഞരമ്പ് രോഗികളല്ലെന്നറിയാം. പക്ഷെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ വിഷം ഒരു തുള്ളി മതിയല്ലോ. ശശിമാർ ഇപ്പോഴും സുരക്ഷിതരാണ്. കാരണം അവർ ചെയ്തുവെന്ന് പറയുന്ന തെറ്റിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയത് അവർ തന്നെയാണ്. പക്ഷെ പാർട്ടി നേതൃത്വം തന്നെ ഒന്നറിയണം, നിങ്ങൾക്ക് പരാതി തന്ന വനിതാ സഖാക്കളുടെ മുഖം പുറത്തു കാണിക്കാതെ എത്ര കാലം കൊണ്ടു നടക്കും? ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് നീതി ലഭിച്ചോ? ഒരു സഖാവെന്ന നിലയിൽ അവർക്ക് സമത്വം നൽകിയോ? ഇനിയിപ്പോൾ അവരാണ് തെറ്റു ചെയ്തതെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാമല്ലോ. അതും പാർട്ടി ചെയ്തില്ല. എന്തായാലും ഒന്നുറപ്പായി, പണ്ടൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പീഡകരില്ലായിരുന്നു. എന്നാൽ ഇന്ന് പീഡനമാണ് നേതാവാകാൻ യോഗ്യതയെന്ന് ദോഷിക ദിക്കുകൾ പറഞ്ഞാൽ കുറ്റം പറയരുത്. ഒരു ശശി പാലക്കാടും മറ്റൊരു ശശി കണ്ണൂരും പാർട്ടിയിലുള്ളിടത്തോളം കാലം പാർട്ടി ഓഫീസുകളിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മിണ്ടാതിരിക്കാം. കുറഞ്ഞപക്ഷം പരാതിക്കാർ മനസ്സുറപ്പോടെ ഇവരുടെ പരിസരങ്ങളിൽ പോകില്ലെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.